കൃഷി മാസ്റ്ററിൻ്റെ പുതിയൊരു ലേഖത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് എൻ്റെ അടുക്കള മുറ്റത്തെ ചെടി മുരിങ്ങയാണ്. 3 വർഷം മുമ്പ് കൃഷിഭവനിൽ നിന്നും വിവിധ ഇനം വിത്തുകൾ കിട്ടിയിരുന്നു. അതിൻ്റെ കൂടെ കിട്ടിയിരുന്ന മുരിങ്ങയില വിത്ത് പാകി മുളപ്പിച്ച തൈയാണിത്. ആദ്യ വർഷം തന്നെ നല്ലപോലെ നല്ല കഴമ്പുള്ള മുരിങ്ങക്കായ ഉണ്ടാവാൻ തുടങ്ങി. പിന്നീട് ഓരോ വർഷവും കഴിയുമ്പോൾ കൊമ്പുകൾ കോതി നിർത്തിയപ്പോൾ അടിപൊളിയായി ശാഖകൾ വന്ന് നിറയെ മുരിങ്ങക്കായ ഉണ്ടാവാൻ തുടങ്ങിയിരുന്നു. ഓരോ തവണയും ഉണ്ടായിക്കൂട്ടുന്ന മുരിങ്ങയുടെ എണ്ണം പറയാൻ പോലും പറ്റില്ല. അത്രക്കും അധികം തിങ്ങി നിറഞ്ഞ് നല്ല നീളൻ, അതും നല്ല പച്ചപ്പുള്ള കായ്കൾ ഇതിൽ നിന്നും എല്ലാ വർഷവും കിട്ടാറുണ്ട്. ഈ വർഷത്തെ കാഴ്ചയാണ് ഈ കാണുന്നത്. അതിനിടക്ക് കഴിഞ്ഞ വർഷം ജൂൺ ജൂലൈ മാസത്തിലെ ശക്തമായ മഴയിൽ കട അടക്കം കേടുവന്ന് വീണു പോയതായിരുന്നു ഇത്. പിന്നീട് കടഭാഗത്ത് പച്ചപ്പുള്ള ഒരു ഭാഗമുണ്ടായിരുന്നു. അവിടെ നിന്നും കിളിർത്ത് ഇപ്പോൾ വീണ്ടും പടർന്ന് പന്തലിച്ച് നിറയെ കായായി നിൽപ്പുണ്ട്. വല്ലാത്തൊരു മിറാക്കിൾ ട്രീ തന്നെയാണിത്. ചെടിമുരിങ്ങയുടെ വിത്ത് മാത്രമല്ല കേട്ടോ, ചെടിമുരിങ്ങയുടെ കമ്പ് നട്ടു കഴിഞ്ഞാലും 1 വർഷം കൊണ്ട് തന്നെ നമുക്ക് കായ്ഫലം ലഭിക്കും. കമ്പ് നട്ട് വളർത്തിയെടുക്കാൻ എന്തെല്ലാം കാര്യങ്ങളാണ് ഞാൻ ചെയ്തത് എന്ന് നിങ്ങളുമായി ഒന്ന് ഷെയർ ചെയ്യാം. മുരിങ്ങ ചെടിക്ക് അത്ര വലിയ പരിചരണമൊന്നും കൊടുത്തില്ലെങ്കിലും ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മുരിങ്ങ നടുന്നത് നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്തായിരിക്കണമെന്നത് നിർബന്ധമാണ്. മുരിങ്ങയുടെ ഇല, കായ, തോല് എന്നിവയൊക്കെ നമുക്ക് ഔഷധമായും പാചകത്തിനുമായി നമ്മൾ ഉപയോഗിച്ചു വരുന്നതാണ്. മുരിങ്ങ ശരിക്കും ഒരു പോഷക കലവറ തന്നെയാണ്. മഗ്നീഷ്യം, സിങ്ക്, അയൺ തുടങ്ങിയവയൊക്കെ നമ്മുടെ ഈ മുരിങ്ങ ചെടിയിൽ അടങ്ങിയിട്ടുണ്ട്. ഈ ഒരു മുരിങ്ങ 1.5 വർഷം മുമ്പ് ഞാൻ അടുക്കള മുറ്റത്തുണ്ടായിരുന്ന ചെടി മുരിങ്ങയിൽ നിന്നും കമ്പ് വെട്ടിയെടുത്ത് നട്ടു വളർത്തിയെടുത്തതാണ്. ഇതിലിപ്പോൾ പല കൊമ്പുകളിലും പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇതിൽ മുരിങ്ങയിൽ സാധാരണ കാണാറുള്ള ഇല മഞ്ഞളിപ്പോൾ മറ്റ് കീടശല്യമോ ഒന്നും ഉണ്ടായിട്ടില്ല. കൈവണ്ണത്തിലുള്ള കമ്പ് നോക്കിയിട്ട് വേണം മുറിച്ചെടുക്കാനായിട്ട്. ഏകദേശം 1 മീറ്റർ നീളമുള്ള ഒരു കമ്പ് വേണം നമ്മൾ വെട്ടിയെടുക്കാനായിട്ട്. കമ്പ് വെട്ടിയെടുക്കുമ്പോൾ നല്ല പോലെ വിളവ് തരുന്ന മുരിങ്ങയിൽ നിന്ന് വേണം കമ്പുകൾ വെട്ടിയെടുക്കാനായിട്ട്. എന്നാൽ മാത്രമേ ആദ്യ വർഷത്തിൽ തന്നെ പൂവിട്ട് കായ്ഫലം ലഭിക്കുകയുള്ളൂ. അപ്പോൾ 1 മീറ്റർ നീളമുള്ള ഒരു കമ്പ് വെട്ടിയെടുത്ത് ഒരു തടം ഒരുക്കി ചാണകപ്പൊടി, വേപ്പിൻ പിണ്ണാക്ക് എന്നിവ ഇട്ട് കൊടുത്ത് നാം വെട്ടിയെടുത്ത കമ്പ് അതിലേക്ക് നട്ടുകൊടുക്കും. അതുപോലെ തന്നെ കമ്പ് നട്ടു കഴിഞ്ഞാൽ കമ്പിൻ്റെ മുറിഞ്ഞ ഭാഗത്ത്, അതായത് മുകൾ വശത്ത് ഒരു പ്ലാസ്റ്റിക് കവർ കൊണ്ട് കവർ ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഓരോ പ്രദേശത്തെ കാലാവസ്ഥക്കനുസരിച്ച് നനച്ചു കൊടുക്കണം. ചെറിയൊരു നന മാത്രം മതി മുരിങ്ങയ്ക്ക്. മുരിങ്ങ വളർന്ന് 6-7 മാസമാകുമ്പോൾ ഇല മഞ്ഞളിപ്പ് പോലെയുള്ള രോഗങ്ങൾ കാണുകയാണെങ്കിൽ മുരിങ്ങ ചെടിയുടെ കടഭാഗത്ത് ചെറുതായൊരു തലമെടുത്ത് ഒരു 2 ടീസ്പൂൺ ആപ്സം സാൾട്ട് ഇട്ട് മണ്ണിട്ട് മൂടി നനച്ചു കൊടുക്കണം. ഈ ഒരു ചെടി ഞാൻ കമ്പ് നട്ട് വളർത്തിയെടുത്ത മുരിങ്ങ ചെടിയാണ്. കമ്പുകൾ വളർന്നത് ഇതേവരെ ഹൈറ്റ് എത്തിക്കഴിഞ്ഞാൽ, അതായത് ഒരു 5 അടി പൊക്കമായപ്പോൾ ഞാനിവിടെ വെച്ച് കമ്പുകൾ മുറിച്ച് മാറ്റിയ ശേഷമാണ് നിറയെ ശാഖകൾ വന്ന് തുടങ്ങിയത്. 1 വർഷം ആവുന്നതോടെ പുതിയ ശാഖകൾ വന്ന് പന്തലിച്ച് ധാരാളം കായ്ഫലം, അതും നമുക്ക് കൈ എത്തുന്ന ദൂരത്ത് നിന്ന് തന്നെ നമുക്ക് വിളവെടുക്കാനും കഴിയും. അപ്പോൾ ഇതേപോലെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കമ്പ് നട്ട് വളർത്തിയാൽ പോലും മുരിങ്ങക്കായ നമുക്ക് പറിച്ചെടുക്കാൻ കഴിയും. ഇതിൻ്റെ കൂടെ ധാരാളം സുഹൃത്തുക്കൾ മുരിങ്ങയെ പറ്റി ഒരു സംശയം ചോദിക്കാറുണ്ട്. അതായത് മുരിങ്ങ പൂക്കുന്നുണ്ട് പക്ഷേ ഒരു കായ പോലും പിടിക്കുന്നില്ല എന്നത് പലരും ചോദിക്കാറുണ്ട്. ഒരു കാര്യം നാം ശ്രദ്ധിക്കാനുള്ളത്, സാധാരണ മുരിങ്ങ പൂവിടുക ജനുവരി ഫെബ്രുവരി മാസത്തിലാണ്. അപ്പോൾ ജനുവരിക്ക് മുന്നേ ആയിട്ട്, അതായത് നവംബർ ഡിസംബർ മാസത്തിൽ മുരിങ്ങക്ക് ഒരിക്കലും വെള്ളം ഒഴിച്ചു കൊടുക്കാനേ പാടില്ല. അത് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മുരിങ്ങ ഇതേപോലെ നന്നായി പൂക്കും. ഇനി നാം പറയുന്നത് ഇതുവരെ പറഞ്ഞതിൻ്റെ നേരെ വിപരീതമാണ്. അതായത് നവംബർ ഡിസംബർ മാസത്തിൽ മുരിങ്ങ പൂവിടുന്നതിന് മുമ്പായിട്ട് നമ്മൾ വെള്ളം കൊടുത്തിട്ടില്ല. അതായത് നവംബർ ഡിസംബർ മാസത്തിൽ മുരിങ്ങ പൂവിടുന്നതിന് മുമ്പായിട്ട് നമ്മൾ വെള്ളം കൊടുത്തിട്ടേ ഇല്ല. പക്ഷെ മുരിങ്ങ പൂവിട്ട് കഴിഞ്ഞാൽ അതിൽ കായ പിടിക്കണമെങ്കിൽ അതിൽ വെള്ളത്തിൻ്റെ അത്യാവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ മുരിങ്ങ പൂവിട്ട് കഴിഞ്ഞാൽ നനച്ചു കൊടുക്കാം. അങ്ങനെ വന്നാൽ തീർച്ചയായും കായ ഉണ്ടാവാനുള്ള സാധ്യത കൂടും. സാധാരണയായി നമ്മൾ മുരിങ്ങയ്ക്ക് വളം കൊടുക്കാറേ ഇല്ല. പക്ഷേ ഒരാണ്ടൻ മുരിങ്ങ നട്ടിട്ട് വളം ചെയ്യാതിരുന്നാൽ 1 വർഷത്തിൽ തന്നെ മുരിങ്ങ കായ്ക്കണമെന്നില്ല. മുരിങ്ങ കൃഷിയിൽ വളരെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളൂ. കാരണം കീടബാധ കുറഞ്ഞ ഒരു ചെടിയാണ് മുരിങ്ങ. ഇനി നാടൻ മുരിങ്ങയാണെങ്കിലും
ഒന്നാം വർഷത്തിൽ കായ്ക്കുന്ന മുരിങ്ങയാണെങ്കിലും ഇനിയും വൈകിട്ടൊന്നുമില്ല. നിങ്ങളുടെ മുരിങ്ങ പൂത്ത് നിൽപ്പുണ്ടെങ്കിൽ ചെറുതായി ഒന്ന് നനച്ചു കൊടുക്കാൻ തുടങ്ങുക. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുമല്ലോ. ഇനി മറ്റൊരു കൃഷി അറിവുമായി വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.